പുതുപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നലെ ഉച്ചക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ 10ാം ക്ലാസ്സിലെ കുട്ടികൾ സംഘം ചേർന്ന് മർദ്ദിക്കുകയാണ് ഉണ്ടായത്. കുട്ടിക്ക് സാരമായി തന്നെ പരിക്കേറ്റു. അടിവാരത്തിൽ ചെറുതായിട്ടൊരു വാക്കാർക്കുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം സംഭവം നടന്നത്. ഒരു 3-4 ആൾ വന്ന് ക്ലാസ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അവരിങ്ങനെ കുറേ പറഞ്ഞ് ഉന്തി, ഞാൻ തിരിച്ചുന്തി. ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്താണ്. എന്നിട്ട് ഉന്തി, പിന്നെ എല്ലാവരും കൂടി തച്ച് എൻ്റെ കണ്ണിനടിറ്റി. ഞാൻ നിലത്താണ്. എല്ലാവരോട് ചവിട്ടിക്കാൻ ഇച്ചിരി കഴിഞ്ഞ് എല്ലാവരും പോയി. ഞാൻ ക്ലാസ്സിലിരുത്തി. പിന്നെ ടീച്ചർമാരെ വരുമായിട്ട്. എത്ര പേരുണ്ടായിരുന്നു? ഒരു 10-20 ആൾക്കാരുണ്ടാവും. നിലത്ത് വീണപ്പോൾ എല്ലാവരോടും കയറി ചവിട്ടി. പിന്നെ എല്ലാവരും പിടിച്ച് പൊക്കി ക്ലാസ് കയറ്റിയിരുത്തി. പിന്നെ ടീച്ചർമാർ വന്ന്. ഈ അടിക്കുന്നത് ക്ലാസ്സിലെ സ്കൂളിലെ മറ്റു കുട്ടികളോ അധ്യാപകരൊന്നും കണ്ടില്ലേ? ടീച്ചർമാരൊന്നും കണ്ടില്ല, കുട്ടികളെ കണ്ടില്ല. പിന്നെ ടീച്ചർമാർ പാരൻസിനെ വിളിച്ചു. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ആദ്യം പോയി അല്ലേ? ഈ അടിവാരത്ത് വെച്ച് എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? ചെറിയ വാക്കുതർക്കം ഉണ്ടായിട്ടേ ഉള്ളൂ. എപ്പോഴായിരുന്നു? മാർച്ചിലൊക്കെ ആയിട്ടുള്ളൂ. സ്കൂൾ പൂട്ടിയ ടൈമിലാണ്. മാർച്ചിൽ നടന്ന പ്രശ്നത്തിന്റെ പേരിൽ ഇന്നലെ ക്ലാസ്സിൽ ഇറങ്ങി അടിച്ചു, അങ്ങനെയാണ്? വിളിച്ചിറക്കി അടിച്ച 4 കുട്ടികളെയാണല്ലോ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവരെ കണ്ട് അറിയുന്നവർ തന്നെയല്ലേ? ഞാൻ കണ്ടില്ല, കണ്ണിനടിയിട്ട് നിലത്ത് വീണ്. പിതാവ് കൂടി നമ്മോടൊപ്പം ഉണ്ട്. 1:30 നടന്ന സംഭവം നമ്മൾ വിളിക്കുന്നത് 2:50. ചെന്ന് നോക്കുമ്പോൾ കുട്ടീൻ്റെ മൊത്തം തലയിലും കണ്ണിനും ഒക്കെ പരിക്കുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം നമ്മൾ പിന്നെ പരാതി കൊടുക്കുകയായിരുന്നു. കണ്ണൊക്കെ കലങ്ങിയിട്ട് കാണുന്നുണ്ടല്ലോ. കണ്ണ് ഇതേമാതിരി അല്ലായിരുന്നുള്ളു. ഇപ്പം നമ്മൾ ഇന്നും കൊണ്ട് കാണിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ വാർത്ത കണ്ട് പ്രധാനാധിപൻ്റെ ഇതാണ് പുള്ളി പറഞ്ഞത്. ഹോസ്പിറ്റലിൽ കൊണ്ടാണ്ടിരുന്നതും പിന്നെ നമ്മളെ വിളിച്ചറിയിക്കാനൊക്കെ വൈകിയെന്ന് പറഞ്ഞാൽ അവൻ്റെ മേത്ത് പുള്ളി ചളിയായതുകൊണ്ടാണെന്ന്. ഈ 1 മണിക്കൂറൊക്കെ വെച്ചിട്ട് പുള്ളി കുത്തിരുന്ന് ഉണക്കിയതാണ്. അവിടെ കുത്തിരുന്ന് ഉണക്കിയതാണ്. ചളിയാണ് ജസ്റ്റ് ആ സമയത്ത് നമ്മളെ വിളിച്ച് പറയുക. അതാണ് പുള്ളി ചെയ്തില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല. താഴെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്. പിന്നെ 1 കിലോമീറ്ററിൽ ചുവടേ ഉള്ളൂ പുതുപ്പാടി പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ട് കുറച്ചപ്പുറത്ത്. അവിടെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകുക. നിലത്തിട്ട് ചവിട്ടി ഉള്ളിൽ എന്തെങ്കിലും ഒരു മർമ്മത്തിന് കുടി പോയിനെങ്കിൽ ഇവൻ എന്തെങ്കിലും പറ്റിപ്പോയാൽ സ്കൂളുകാരും മറുപടി പറയൂല. ഈ ചെയ്ത കുട്ടികൾ പറഞ്ഞാൽ മറ്റേ 18 വയസ്സിന് താഴെയുള്ളവരാ. അവർക്കും എന്താ സാമാന്യം പരിഗണന കൊടുക്കും. പിന്നെ നമ്മളെ മുമ്പ് പോയി എന്നുള്ളതേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ക്ലാസ്സിലിരിക്കുകയായിരുന്ന കുട്ടിയെ ലഞ്ച് ബ്രേക്ക് സമയത്ത് 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ വന്ന് വിളിച്ച് പുറത്തേക്ക് ഇറക്കിയാണ് സംഘം ചേർന്ന് മർദ്ദിക്കുന്നത്. 4 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി അന്വേഷണം നടക്കുന്നുവെന്ന് സ്കൂൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ രക്ഷിതാക്കളൊക്കെ പറയുന്ന പോലെ സ്കൂൾ കൃത്യസമയത്ത് വിവരം അറിയിച്ചില്ല എന്നടക്കം പരാതിയുമുണ്ട്. താമരശ്ശേരി പോലീസ് കേസെടുത്ത് ജുവനൈൽ ബോർഡിന് മുൻപാകെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്.